ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കണം. അപ്പോൾ ഇസ് രാവിലെ എണീറ്റ് ഉടനെ തന്നെ അവളുടെ ബോളൊക്കെ ആയിട്ടിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ അവൾക്ക് പാല് കാച്ചാനും പിന്നെ കൂടെ നമുക്ക് ചായയും കൂടി കാച്ചാനുള്ള പാലൊക്കെ കൂടി ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് കറിക്കുള്ളതൊക്കെ ചോറുമ്പെന്ന് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയും ഇസാക്ക് പാലും ഒക്കെ തിളപ്പിച്ച് അതൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇസാക്ക് പാല് ചൂടാറാൻ വെച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് അടുക്കള വന്നപ്പോൾ ഉമ്മ അവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, ചോറും അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ വന്നിട്ട് ഇസാക്ക് പാല് കൊടുത്തിട്ട് അപ്പോൾ പാലൊക്കെ കൊടുത്ത് വന്ന് നോക്കുമ്പോൾ ഇടിയപ്പം ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കും വെച്ച് അങ്ങനെ ഇടിയപ്പവും കറിയും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എല്ലാം വെച്ച് എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടിയാണ് ഇരുന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇടിയപ്പം തേങ്ങാപ്പാൽ ബീഫ് കറി കട്ടൻ ചായ അങ്ങനെയല്ല. അപ്പോൾ ഇസ എല്ലാവരുടെയും കൂടെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ കൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്നില്ല, ഇസ പോകുന്നുണ്ട്. അപ്പോൾ ഇസ ഉമ്മാടും ഉപ്പാടും ഒക്കെ കൂടെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ എല്ലാവരും റെഡി ആയതിനൊക്കെ ഓടിപ്പോയൊക്കെ നോക്കണേ കേട്ടോ അവൾ. അപ്പോൾ റെഡിയായൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ ഉപ്പ ഇസയൊക്കെ കൂടി പരിപാടിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചാറ്റയൊക്കെ പറഞ്ഞ് വേഗം തന്നെ തിരികെ ഓല് നോക്കാണ്ട് വേഗം പോകണേണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകണത്. അപ്പോൾ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗീ റൈസും വെച്ച് പരിപ്പ് ഒന്ന് തേങ്ങയൊക്കെ ഇട്ട് ഉടച്ച് വെക്കും ഗീ റൈസിന്. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് ഞാൻ. അപ്പോൾ ഗീ റൈസിനുള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരിയൊക്കെ കഴുകി പിന്നെ സ്പൈസസും അതൊക്കെ ഇട്ടിട്ട് ഗീ റൈസിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ സെറ്റാകുമ്പോഴത്തേക്കും പരിപ്പിനുള്ള അതും ചെയ്യാമെന്ന് ഓർത്തിട്ട് പരിപ്പൊക്കെ വാഷ് ചെയ്ത് അത് കുക്കറിലൊക്കെ ഇട്ട് അതിനുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബോറടിയാണ് കേട്ടോ. അവൾ പോയി കഴിയുമ്പോൾ എന്തോ പോലെ ഇരിക്കും. പിന്നെ ആ ടൈം കൊണ്ട് റൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ റൈസിന് ഞാൻ വറവ് താളിക്കണേണ്. അപ്പോൾ ഇത് താളിച്ച് അങ്ങോട്ട് കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പരിപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തേങ്ങ അടിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പരിപ്പ് കറിയും ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും ഞാൻ താളിച്ച് കഴിഞ്ഞപ്പോൾ ചോറും ഈ പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പപ്പടം പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് സാലഡ് ഉണ്ടാക്കി അങ്ങനെ ഓൾമോസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഗീ റൈസിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. പിന്നെ ലഞ്ചിന് നമുക്ക് അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയായിരുന്നു, പരിപ്പ് കറി, പിന്നെ ബീഫ് കറി ആയിരുന്നു കേട്ടോ. ബീഫ് കറി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ബീഫ് കറി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ലഞ്ചിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് അടിച്ചു തരേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി വീടൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ കുളിച്ച് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഓർത്തിരിക്കണേ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിക്കാതിരിക്കണം. അപ്പോൾ അവരിതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന പടെ തന്നെ ഇസ അവിടെ വന്നിട്ട് ആ വാതിൽമേത്ത് കളിക്കണം. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ ചായയൊക്കെ വെച്ച് കൂടെ ഇസാക്ക് പഴവും പാട്ടാന്ന് നിർത്തി അവർ കൂടത്തെ ഒരു പനങ്കരിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. അങ്ങനെ അവർ കൊണ്ടുവന്ന ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. അപ്പോൾ ഞാൻ കുറച്ച് കഴിക്കാൻ എടുക്കാമെന്ന് ഓർത്തപ്പോൾ ഇസാക്ക് പഴം വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ കുറച്ച് ബിരിയാണി ഇരുന്ന് കഴിച്ചു. ഒപ്പം തന്നെ ഞാനും കഴിച്ചേട്ടാ. അതൊക്കെ കഴിഞ്ഞ് ഇസ നല്ല ഒരു കളിയൊക്കെ കളിച്ച് കുറേ നേരമൊക്കെ നിന്ന് കളിച്ച് പിന്നെ ഞാൻ അവളെ ഫ്രഷ് ആക്കിയിട്ട് പിന്നെ നൈറ്റ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സെയിം ഫുഡാണ് കൊടുത്തത്, ഗീ റൈസൊക്കെ ആയിട്ട് അതൊക്കെ കൂട്ടി ചോറൊക്കെ കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.